ഹായ് എവ്രി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലെത്തുന്നത്. വീഡിയോസ് ചെയ്യാതിരുന്ന സമയത്തും മുൻപിലുള്ള വീഡിയോസിൻ്റെ താഴെ കുറേ പേര് കമൻസ് ഒക്കെ ചെയ്തിരുന്നു, എന്തുകൊണ്ടാണ് ഇപ്പോൾ റെഗുലറായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാത്തതെന്ന്. എന്നാൽ ഷോർട്സ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ലോങ് വീഡിയോസ് ചെയ്യാനായിട്ട് അത്ര ടൈം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളാൽ ബിസി ആയി പോയിട്ടുണ്ടായിരുന്നു. എന്നാലും വീഡിയോസ് മുൻപിലത്തുള്ളത് കണ്ട് വളരെ സപ്പോർട്ടീവായിട്ട് ഇപ്പോഴും എന്നെ എൻകറേജ് ചെയ്യുന്ന എൻ്റെ വ്യൂവേഴ്സിന് വളരെ ബിഗ് ഒരു താങ്ക്സ് അറിയിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഹോം ടൂറാണ്. നമ്മളിപ്പോൾ താമസിക്കുന്ന ഒമാനിലെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റിയാണ് നിസ്വ എന്ന് പറയുന്നത്. അപ്പോൾ നിസ്വയിലുള്ളൊരു 2 BHK ഫ്ലാറ്റാണ് ഞങ്ങളുടെ ഫ്ലാറ്റായിട്ട് ഞങ്ങളിപ്പം എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹോം ടൂറാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. മുൻപേ പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഇതൊരു 2 BHK ഫ്ലാറ്റ് ആണെങ്കിലും ഈ ഒരു കോറിഡോർ സ്പേസ് നമുക്കൊരു 3 BHKയുടെ ഫീലാണ് തരുന്നത്. മുൻപ് ഞങ്ങളിതൊരു ഡൈനിങ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഇത് കൂടുതലും ഒരു സ്റ്റോറേജ് ആൻഡ് യൂട്ടിലിറ്റി സ്പേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഈ ഒരു ഏരിയ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ യൂസ് വരുന്ന സമയത്ത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് ആയിട്ടാണ്, വളരെ ഉപകാരമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നൊരു ഏരിയ കൂടിയാണിത്. ആ കോറിഡോർ സ്പേസിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആദ്യം കാണുന്നത് തന്നെ നമ്മുടെ ലിവിങ് സ്പേസ് ആണ്. അപ്പോൾ ഈ ഒരു ലിവിങ് സ്പേസ് ആണ് എൻ്റെ ഏറ്റവും ഫേവററ്റ് ഈ ഒരു വീട്ടിലെ. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു റൂമാണ്, അതിനോടൊപ്പം തന്നെ സ്പേഷ്യസും നാച്ചുറൽ ലൈറ്റ് ധാരാളം എൻറ്റർ ചെയ്യുന്നതായിട്ടുള്ളൊരു റൂമാണിത്. ഈ ഒരു ഫ്ലാറ്റിന് ഒരു ബാൽക്കണി ഇല്ലാത്തതിൻ്റെ കുറവ് ഈ ഒരു ലിവിങ് സ്പേസിലെ വിൻഡോസിൻ്റെ നാച്ചുറൽ ലൈറ്റ് തന്നെ കോമ്പൻസേറ്റ് ചെയ്യുന്ന ഒന്നാണ്. ഇതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ കുറച്ച് ചെടികളും അതുപോലെ താഴെ ഒരു ബെഡിട്ട് ഒരു ഗ്രൗണ്ട് സോഫ ഏരിയ ആയിട്ടും കൺസിഡർ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ മിനിമം ഫേർണിച്ചറാണ് ഈ ഒരു ലിവിങ് ഏരിയയിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഡൈനിങ് ടേബിളും സോഫയും അതിനോട് ചേരുന്ന ഒരു സെൻറ്റർ ടേബിളും അതുപോലെ TV യൂണിറ്റുമാണ് ഈ ഒരു ലിവിങ് സ്പേസിൽ കൊടുത്തിട്ടുള്ളത്. ലിവിങ് സ്പേസ് എപ്പോഴും വളരെ സ്പേഷ്യസ് ആയിട്ട് കിട്ടുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുപോലെ തന്നെ ഒത്തിരി ഫേർണിച്ചർ സ്റ്റഫിൻ ചെയ്യാതെ വളരെ മിനിമം ആയിട്ടുള്ള ഫേർണിച്ചർ മാത്രം ഇട്ടുകൊണ്ട് ധാരാളം ഗ്രൗണ്ട് സ്പേസ് ഫ്രീ ആക്കി കൊടുത്തിട്ടുള്ള ഒരു റൂം കൂടിയാണിത്. ലിവിങ് സ്പേസിൻ്റെയും കോറിഡോറിൻ്റെയും അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു കോമൺ വാഷ് ഏരിയയും കോമൺ ബാത്റൂമും സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് പോകുമ്പോൾ ആദ്യം തന്നെ കാണുന്ന റൂമാണ് കുട്ടികളുടെ റൂം. അത്യാവശ്യം വലിപ്പമുള്ളൊരു റൂമാണ്. അപ്പം ഇവിടെയും ഞങ്ങൾ കൂടുതൽ ഫേർണിച്ചറൊന്നും സ്റ്റഫ് ചെയ്യുന്നത് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ മിനിമം ഫേർണിച്ചറായ ഒരു വാർഡ്രോബും 2 സിംഗിൾ കോട്ടും ചേർത്തിട്ട്, അതുപോലെ 2 കുട്ടികളുള്ളതുകൊണ്ട് അവരുടെ സ്റ്റഡി ടേബിളും ഒരു സ്റ്റോറേജ് ബോക്സും ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കുട്ടികളുടെ റൂമിൻ്റെ വെളിയിലേക്ക് അവരുടെ വാള്, ആ ഒരു വാളിലാണ് ഒരു ഗാലറി ഫോട്ടോ വാളായിട്ട് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ചെറിയ പണികളിലാണ്. ഏറ്റവും ഒടുവിൽ ഈ ഒരു കോറിഡോർ സ്പേസിൻ്റെ എൻഡിലായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതൊരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ബാത്റൂം അറ്റാച്ച്ഡ് ആയതുകൊണ്ട് തന്നെ അവിടെ ചെറിയൊരു ഡ്രസ്സിങ് സ്പേസും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം എൻ്റെ മിക്ക ഷോർട്സിലും പലരും കണ്ടു കാണും. വളരെ ചെറിയൊരു ബെഡ്റൂമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് മിനിമം ഫേർണിച്ചറെ ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വാർഡ്രോബും ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു ബെഡും അതുപോലെ ഒരു ഡൈനിങ് ടേബിളും മാത്രമാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. കയറി വരുന്ന എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡായിട്ടും അതുപോലെ കോറിഡോറിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ കിച്ചൺ. ചെറിയൊരു കിച്ചണാണ്, ഒരു സ്ക്വയർ ഷേപ്ഡ് രീതിയിലാണ് ഈ കിച്ചൺ സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പേസ് വളരെ കുറവാണ്. സ്പേസ് കുറവായതുകൊണ്ട് തന്നെ എക്സ്ട്രാ ക്യാബിനറ്റും അതുപോലെ നമ്മുടെ ഫ്രിഡ്ജും ആദ്യം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് കോറിഡോർ സ്പേസിലേക്ക് ഞങ്ങൾ മാറ്റുകയായിരുന്നു. അതോടെ നമുക്ക് നല്ലൊരു എയറി ഫീലിംഗ് ആണ് ഈ ഒരു കിച്ചണിൽ നിൽക്കുമ്പോൾ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്യാബിനറ്റ് സ്പേസ് വളരെ കുറവാണ്. എന്നാൽ കൂടി വളരെ കോമ്പാക്റ്റ് ആയിട്ടാണെങ്കിൽ കൂടി
നല്ല ഹാൻഡി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നിന്ന് ചെയ്യാൻ പറ്റുന്നൊരു കിച്ചണാണ്. ഈ ഒരു കിച്ചൻ്റെ പല വ്യൂസും ഷോർട്സിലൊക്കെ പലരും കണ്ടു കാണും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു 2 BHKയുടെ ഒരു ഹോം ടൂർ. അപ്പോൾ ഈ ഒരു ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ കമൻസിൽ അറിയിക്കാൻ മറക്കണ്ട. എൻ്റെ മുമ്പിലത്തുള്ള റെൻ്റൽ ഫ്ലാറ്റ്സിൻ്റെ വീഡിയോസ്, അതായത് ഹോം ടൂർസ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഈ ഒരു ഫ്ലാറ്റിൻ്റെയും ഓർഗനൈസിംഗ് ഒക്കെ ഏകദേശം ഒരേപോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഫ്ലാറ്റ്സൊക്കെ ഷിഫ്റ്റ് ആകുമ്പോൾ, പുതിയ പുതിയ ഫ്ലാറ്റ്സിലേക്ക് കയറുമ്പോൾ സാധനങ്ങൾ അടുക്കി വെക്കാനും ഓർഗനൈസ് ചെയ്യാനും ഒക്കെ എനിക്കൊരു വളരെ എളുപ്പമായിട്ടാണ് തോന്നാറുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻസ് വഴി അറിയിക്കണം. മുൻപോട്ട് വീഡിയോസ് ഇടുന്നത് വരെയും എന്നെയും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങൾ വിലയേറിയ കമൻസും അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു.